ഈ മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് ബി പി എല്ലുകാർ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കല്ലെറിഞ്ഞതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്നാണ് എം എൽ എ. ഞാൻ അതിനെ കുറിച്ച് എന്ത് പറയാനാ? അതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതിശാസ്ത്രമാണ്. ഇത് നമ്മുടെ രാഷ്ട്രീയത്തിൽ സത്യസന്ധമായ രീതി, ഡയറക്റ്റായി പറയുന്ന രീതി, അതിന് പകരം അതിനൊക്കെ നാടകീയമായി വളച്ചൊടിക്കുന്ന ഒരു രീതി അദ്ദേഹം കൈകൊള്ളുന്നു. അത് അധികകാലം ഈ സ്വഭാവമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ മുൻകാല ചരിത്രമൊക്കെ ഉണ്ടല്ലോ. പാതിവില തട്ടിപ്പിന്റെ എതിരെതിരായി CPM അത് ഉന്നയിച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് വിരോധം ഉണ്ടാവാം. പക്ഷെ സ്വന്തം രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് അഭിപ്രായം. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പിന്നാലെ അതിപ്പോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തിലെ പല ഭാഗത്തും മുസ്ലിം ലീഗ് ആക്രമണം ഉണ്ടായിട്ടുണ്ടല്ലോ. കണ്ണൂരിൽ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ, നമ്മുടെ തീരദേശ മേഖലയിൽ ഒക്കെ ധാരാളം മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വിഷയമല്ലേ? എവിടെ ഉണ്ടാകുന്ന അക്രമവും മോശമാണ്. ഇവിടെ ഞങ്ങൾക്കുണ്ടായ പരാജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി 30 കൊല്ലത്തിന് ശേഷം പിടിച്ചു എന്ന ഹുങ്കിന്റെ പേരിലാണ് MLA ചില ശ്രമങ്ങൾ നടത്തുന്നത്. അത് അദ്ദേഹത്തിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. അധികം താമസിയാതെ അദ്ദേഹം ദുഃഖിക്കേണ്ടി വരും എന്നാണ്. മറ്റൊരർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയമായി ദുഃഖിക്കേണ്ടി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം.